നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വൃശ്ചികൻ രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭസ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി നമുക്ക് നോക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 4ാം ഭാവത്തിലും ശനി 5ാം ഭാവത്തിലും വ്യാഴം 9ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. സൂര്യനും ബുധനും കേതുവും 10ാം ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. ശുക്രൻ 11ാം ഭാവത്തിൽ നിന്ന് സെപ്റ്റംബർ 3-ന് 12ാം ഭാവത്തിലേക്ക് മാറുന്നു. വൃശ്ചിക രാശിയുടെ നാഥനായ ചൊവ്വ ജാതകത്തിലെ അശുഭസ്ഥാനമായ 8ാം ഭാവത്തിൽ തുടരുകയാണ്. കൂടാതെ രാഹുവിന്റെ ദൃഷ്ടി കൂടി ചൊവ്വയുടെ മേൽ പതിക്കുന്നതിനാൽ സെപ്റ്റംബർ 19 വരെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ട സമയമാണ്. പതിവിലും കവിഞ്ഞ തലവേദന, ദഹനക്കേട് അല്ലെങ്കിൽ ഗ്യാസ് പോലെ വയറിലെ അസ്വസ്ഥതകൾ എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ രക്തത്തിലെ അശുദ്ധികൾ മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ, ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അലർജികൾ എന്നിവയെക്കുറിച്ചും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിലെ അമിത ജോലിഭാരം, ദീർഘനേരം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനുകളിൽ നോക്കിയിരിക്കൽ, ഗെയിം കളിക്കൽ എന്നിവ കാരണം തലച്ചോറിന് വലിയ തോതിൽ ക്ഷീണം വരാം. തുടർച്ചയായി ഒന്നിലും മുഴുകിയിരിക്കാതെ കൃത്യമായ ഇടവേളകൾ എടുക്കാനും കണ്ണുകൾക്കും മനസ്സിനും ആവശ്യത്തിന് വിശ്രമം നൽകാനും ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 19ഓടെ ചൊവ്വ ദോഷസ്ഥാനത്ത് നിന്ന് മാറി ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. അതോടെ മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പടിപടിയായി കുറയുകയും ശാരീരികവും മാനസികവുമായ ഊർജം വീണ്ടെടുത്ത് ആരോഗ്യനിലയിൽ വലിയ പുരോഗതി അനുഭവപ്പെടുകയും ചെയ്യും. 2025 മാർച്ച് മുതൽ വിദ്യയുടെ സ്ഥാനമായ 5ാം ഭാവത്തിൽ ശനിദേവൻ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും. ഉയർന്ന കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, പുതിയ കോച്ചിംഗ് ക്ലാസുകൾ തിരഞ്ഞെടുക്കൽ, കടുത്ത മത്സര പരീക്ഷകൾ എന്നിവയ്ക്കായി പ്ലാൻ ചെയ്യാനും കൂടുതൽ സമയം മാറ്റിവെക്കാനും നിർബന്ധിതമാകുന്ന സാഹചര്യമാണിത്. 5ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ പഠനത്തിൽ കൃത്യമായ ദിനചര്യ, അച്ചടക്കം, സ്ഥിരതയോടെയുള്ള പരിശ്രമം എന്നിവ പാലിച്ച് മുന്നോട്ടു പോകേണ്ടത് വളരെ പ്രധാനമാണ്. പഠനത്തിൽ കാര്യങ്ങൾ അല്പം കഠിനമായി തോന്നാമെങ്കിലും വിദ്യാഭാവത്തിന്റെ അധിപനായ വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് തന്റെ ശുഭദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഈ അനുകൂല സാന്നിധ്യം കാരണം നിങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന കഠിനാധ്വാനത്തിനൊത്ത മികച്ച ഫലവും പരീക്ഷകളിൽ ഉന്നത വിജയവും നേടാൻ സാധിക്കും. വലിയ ലക്ഷ്യങ്ങൾക്കായി ധൈര്യമായി പരിശ്രമിച്ചു തുടങ്ങാം. ദാമ്പത്യത്തിന്റെ സ്ഥാനമായ 7ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. സെപ്റ്റംബർ 3ഓടെ ശുക്രൻ 12ാം ഭാവത്തിലേക്ക് മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ ശുഭഫലങ്ങൾ സമ്മാനിക്കും. ജ്യോതിഷപരമായി 12ാം ഭാവത്തിലെ ശുക്രന്റെ സാന്നിധ്യം സ്നേഹത്തിനും പ്രണയത്തിനും ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നതിനാൽ ദമ്പതികൾക്കിടയിലെ പരസ്പര സ്നേഹവും സന്തോഷവും ഈ മാസം ഇരട്ടിയാകും. മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളോ അകൽച്ചയോ മാറി പരസ്പരം മനസ്സിലാക്കാനും ഉള്ളിലെ വികാരങ്ങളും സ്വപ്നങ്ങളും യാതൊരു മടിയുമില്ലാതെ തുറന്നു സംസാരിക്കാനും ഈ ഗ്രഹമാറ്റം സഹായിക്കും. പരസ്പരമുള്ള മാനസിക അടുപ്പവും വിശ്വാസവും കൂടുതൽ ദൃഢമാകുന്ന സമയമാണിത്. പങ്കാളിയുമൊത്ത് ദിനചര്യകളിൽ നിന്ന് മാറി നിന്ന് സമയം ചെലവഴിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. മനോഹരമായ ഇടങ്ങളിലേക്ക് ഒരു ദൂരയാത്ര പ്ലാൻ ചെയ്യാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ പുതിയൊരു ഉണർവുണ്ടാക്കും. ഭാഗ്യത്തിന്റെയും ധർമ്മത്തിന്റെയും സ്ഥാനമായ 9ാം ഭാവത്തിൽ ഭാഗ്യകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല പ്രധാന കാര്യങ്ങളും അപ്രതീക്ഷിതമായി അനുകൂലമായി മാറാൻ ഇത് സഹായിക്കും. വരാനിരിക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങൾക്ക് മുൻപായി കുടുംബത്തിൽ വളരെ വലിയൊരു ശുഭകാര്യമോ പ്രതീക്ഷിക്കാത്ത പോസിറ്റീവ് മാറ്റങ്ങളോ വന്നു ചേരും. അതിനാൽ നല്ല കാര്യങ്ങൾക്കായി ഇനിയും സംശയിച്ചു നിൽക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടിറങ്ങാം.
തൊഴിലിന്റെ അധിപനായ സൂര്യൻ തന്റെ സ്വന്തം ഭവനമായ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഔദ്യോഗിക രംഗത്ത് അത്യധികം ഊർജവും ധൈര്യവും നേടിത്തരും. ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയും സ്വന്തം കഴിവുകളിൽ അടിയുറച്ച വിശ്വാസവും ഉണ്ടാകും. ജോലിയിൽ അർഹമായ പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. പുതിയ ജോലിക്കായുള്ള ഇന്റർവ്യൂകൾ, പരീക്ഷകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട പുതിയ അവസരങ്ങളിലേക്ക് മാറാനും ഈ സമയം ഏറ്റവും ഉചിതമാണ്. 10ാം ഭാവത്തിലെ സൂര്യൻ നിങ്ങളെ ഓഫീസിലോ ജോലി സ്ഥലത്തോ ഒരു ലീഡറുടെ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തും. എതിരാളികളുടെ അനാവശ്യമായ ഇടപെടലുകളെയും വിമർശനങ്ങളെയും നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. എങ്കിലും സഹപ്രവർത്തകരോട് അമിതമായി ആധിപത്യം കാട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിലവിലെ ജോലിയോടൊപ്പം അധിക വരുമാനം നേടിത്തരുന്ന പുതിയ വഴികൾ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. കച്ചവടത്തിന്റെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ വരുമാനത്തിന്റെയും ലാഭത്തിന്റെയും സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുന്നത് ബിസിനസ്സിൽ വലിയൊരു ഉണർവ് സമ്മാനിക്കും. ഉപഭോക്താക്കൾ വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന പണമിടപാടുകൾ തിരികെ ലഭിക്കുകയും വിൽപ്പനയിൽ വലിയ വളർച്ചയുണ്ടാവുകയും ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാനോ പുതിയ പങ്കാളിത്തങ്ങളിലേക്ക് കടക്കാനോ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് മികച്ച ലാഭം നേടാനാകും. വിപണിയിലെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനും വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ദിവസവും ശുദ്ധിയോടും തികഞ്ഞ ഭക്തിയോടും കൂടി ഹനുമാനെ ഭജിക്കുന്നത് ശനിദോഷങ്ങൾ, ഭയം, അലസത, ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്നിവ മാറി നിൽക്കാനും ആത്മധൈര്യം വർദ്ധിക്കാനും സഹായിക്കും. ചൊവ്വയുടെ പ്രീതിക്കായി ചൊവ്വാ സ്തോത്രം 108 തവണ ജപിക്കുക. സർവദോഷങ്ങളുടെയും ശമനത്തിനും കുടുംബത്തിൽ ഐശ്വര്യവും ആത്മീയ സംരക്ഷണവും നിറയുന്നതിനുമായി ദിവസവും നിഷ്ഠയോടെ ഓം നമഃശിവായ എന്ന പരമപവിത്രമായ മന്ത്രം ജപിക്കുക. വൃശ്ചികം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.